ബംഗ്ലാദേശ് കലാപത്തിന്റെ പിന്നിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ നമ്മൾ ചെയ്ത വീഡിയോകളിൽ കുറച്ചുപേരെങ്കിലും അമേരിക്ക അനാവശ്യമായിട്ട് വലിച്ചിഴയ്ക്കുന്നു എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അമേരിക്കയ്ക്ക് പങ്കുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നല്ലതുണ്ടായാൽ നമ്മളത് നല്ലതെന്ന് പറയാറില്ലേ? അതുപോലെ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെയും നമ്മൾ വിമർശിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തോടും വിധേയത്വമോ അടിമത്വമോ കാണിക്കേണ്ട ആവശ്യം ഒരു ഇന്ത്യക്കാരനുമില്ല. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടുള്ള, ഇപ്പോഴും ഞാൻ അവരെ പ്രധാനമന്ത്രി എന്നേ പറയുള്ളൂ, അട്ടിമറിയിലൂടെയാണ് അവിടെ ഇപ്പോൾ അവർക്ക് രാജ്യം വിട്ടോടേണ്ടി വന്നത്. അപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു അഭിമുഖം തന്നെയാണ്. അത് എക്കണോമിക് ടൈംസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ അഭിമുഖത്തിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് US-ൻ്റെ പ്ലാൻ, എങ്ങനെയാണ് US അവരെ ബംഗ്ലാദേശിൽ നിന്ന് നിഷ്കാസിതയാക്കിയത്. ഈ കാണുന്ന ദ്വീപുകൾ ഒന്ന് നോക്കുക. ഈ ദ്വീപ് എന്ന് പറയുന്നത് സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ബംഗ്ലാദേശിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ അതിർത്തി വെച്ച് നോക്കിയാൽ ലാൻഡ് അതിർത്തിയുടെ ലാസ്റ്റ് പോയിന്റ് ഈ ദ്വീപാണ്. അതായത് ബംഗ്ലാദേശിൻ്റെ മെയിൻ ലാൻഡിൽ നിന്ന് കുറച്ച് മാറിയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മ്യാൻമാറിനോടും അതുപോലെ തന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുമായിട്ട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഇത് എന്ന് കാണാൻ പറ്റും. മിസോറാമാണ് നമുക്ക് ബംഗാൾ ഉൾക്കടലിനോട് അടുത്ത് വരുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് മിസോറാമാണ്. അപ്പോൾ ഈ മിസോറാമിന് അടുത്തായിട്ടാണ് നമ്മുടെ സ്വാഭാവികമായിട്ട് ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള ചിറ്റഗോൺ പോലെയുള്ള പ്രദേശങ്ങളുള്ളത്. അതാണ് കടലുമായിട്ട് അഭിമുഖമായിട്ട് വരുന്നത്. നമുക്ക് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ നമുക്ക് ഡയറക്റ്റ് ബംഗാൾ ഉൾക്കടലിലേക്ക് അതിർത്തിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കിടപ്പ് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളോടും അടുത്താണ്, ബംഗ്ലാദേശിനോട് അടുത്താണ്, ഇന്ത്യയോടടുത്താണ്, അതോടൊപ്പം തന്നെ മ്യാൻമാറിനോട് വളരെ അടുത്താണ്, ഒപ്പം ചൈനയോടും വളരെ അടുത്താണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് മലാക്ക സ്ട്രേറ്റ് എന്ന് പറയുന്ന നമ്മുടെ വ്യാപാരപാത, അന്താരാഷ്ട്ര വ്യാപാരപാതയോട് തീരെ അടുത്തല്ല, എന്നാലും അവിടേക്കും അമേരിക്കയ്ക്ക് ഒരു കണ്ണുവയ്ക്കാൻ പറ്റുന്ന ഒരിടമാണ്. ഇപ്പോൾ ഈ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മലാക്ക കടലിടുക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ബംഗാൾ ഉൾക്കടലിൽ ഒരു ഐലൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ അമേരിക്കയ്ക്ക് സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അമേരിക്കയുടെ കൈകളിലേക്ക് ഈ ഒരു ഐലൻഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അമേരിക്ക അതിൽ അത്യാധുനികമായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഒരുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്ക ആ ഒരു ഐലൻഡ് എടുക്കുന്നത് നിലവിൽ വലിയൊരു ത്രെട്ടൊന്നും അല്ലെങ്കിലും ഭാവിയിൽ അങ്ങനെ ആയിക്കൂടാ എന്നില്ല. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പം അമേരിക്ക നമ്മുടെ സുഹൃത്താണ്, അമേരിക്ക ഇന്ത്യ നല്ല ബന്ധത്തിലാണ്, ഇപ്പോൾ അവിടെ ഒരു ഐലൻഡിൽ അമേരിക്ക വരുന്നത് ചൈനയ്ക്ക് ഒരു തിരിച്ചടിയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് വന്നാൽ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി പറയുന്നത് അവരോട് അമേരിക്ക ആവശ്യപ്പെട്ടത് ഈ സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡ് അവർക്ക് വേണം. അതായത് ഒരു US എയർഫോഴ്സിൻ്റെ ഒരു ബേസ് ഈ ഒരു സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡിൽ തുടങ്ങാൻ അനുവാദം വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ അനുവാദം തരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ ജയിക്കാം എന്ന് പറഞ്ഞുവെന്നാണ് നമ്മുടെ ഷെയ്ഖ് ഹസീന ഇപ്പോൾ എക്കണോമിക് ടൈംസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആവശ്യവുമായിട്ട് അമേരിക്കൻ അധികൃതർ സമീപിച്ചപ്പോൾ ഇവർ തീർത്തും അതിന് കഴിയില്ല എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ അമേരിക്കയെ എതിർക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, അമേരിക്ക മറ്റൊരു രാജ്യത്തിന്മേൽ ഉള്ള കടന്നുകയറ്റമല്ലേ ഈ നടത്തുന്നത്. അമേരിക്കയ്ക്ക് ബംഗാൾ ഉൾക്കടലിൽ ഒരു ഐലൻഡിൽ അവരുടെ ഒരു എയർഫോഴ്സിനും നേവിക്കുമൊക്കെ ഒരു ബേസ് വേണം. ഒരു രാജ്യത്തോട് നിങ്ങളൊരു അനുമതി തരുമോ എന്ന് ചോദിക്കുന്നു. ആ രാജ്യം അത് തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ അടുത്ത സ്റ്റെപ്പ് ആ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ആ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുക. സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കിയിട്ടാണെങ്കിലും അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു ഭരണകൂടത്തെ അവിടെ കൊണ്ടുവന്ന് ഏത് വിധേനയും ആ ഐലൻഡ് നേടിയെടുക്കുക എന്ന് പറയുന്ന വളരെ ക്രൂരമായ ഒരു സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നേരിട്ട് എവിഡൻസ് ഒന്നുമില്ല അമേരിക്ക ഇത് ഇങ്ങനെ ചെയ്യിച്ചു അങ്ങനെ ചെയ്യിച്ചു എന്ന്. പക്ഷെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ലോകത്ത് ഇത്രയും കാലം അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം, അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഊഹിക്കാം ഇവിടെ ഇടപെടാൻ ഏറെ സാധ്യത അമേരിക്കയാണെന്ന്. കാരണം ചൈനയ്ക്ക് ഈ ബംഗ്ലാദേശിൽ സ്വാധീനം ഉറപ്പിക്കണമെന്നേ ഉള്ളൂ. അത് ഷെയ്ഖ് ഹസീന ഗവൺമെൻറ്റിലാണെങ്കിൽ കാര്യങ്ങൾ ചൈനയ്ക്ക് അനുകൂലമാണെന്നാണ് ചൈന കരുതുന്നത്. അവർ ആ ഗവൺമെൻറ്റിനെ കൂടുതൽ പ്രഷർ ചെയ്ത് അവിടെ കൂടുതൽ ആധിപത്യം നേടാനായിട്ടാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് അവിടെ ഒരു ഭരണമാറ്റം വന്നാൽ അത് ചൈനയ്ക്ക് അനുകൂലമാകുമോ എന്ന് ഒരു ഉറപ്പും ചൈനയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കണമെന്നുള്ള വലിയ പ്ലാനൊന്നും ചൈനയ്ക്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ അവസരം ചൈന ആൻറ്റി ഇന്ത്യൻ മൂവ്മെൻറ്റിന് ഉപയോഗിക്കും. അതാണ് ചൈന ഇതിൽ ചെയ്യുന്ന കാര്യം.
ചൈനയ്ക്ക് അമേരിക്ക അവിടെ വരരുത് എന്നുമുണ്ട്, ഒപ്പം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം തകരണമെന്നുമുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള കളികളും ചൈന കളിക്കും. എന്നാൽ അമേരിക്കയുടെ പ്രഥമ ടാർഗറ്റ് ചൈനയാണ്. അപ്പോൾ അത് ബംഗ്ലാദേശിനെ തകർത്തിട്ടാണെങ്കിലും അവിടെ ഒരു എയർ ബേസ് വേണം, അല്ലെങ്കിൽ ഒരു നേവി ബേസ് വേണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഇന്ത്യക്ക് ഇന്നത്തെ ഒരു ത്രെട്ട് എന്ന് പറയുന്നത് ശരിക്കും ചൈനയാണ്. 1962 യുദ്ധത്തിന് മുമ്പ് ചൈന ഇന്ത്യക്ക് ഒരു ത്രെട്ട് ആയിരുന്നില്ല, ആണോ? ഒരിക്കലുമല്ല. അതുപോലെ ബംഗ്ലാദേശ് 1971 ഇന്ത്യക്ക് ഒരു ത്രെട്ടല്ല. ഇന്നിപ്പോൾ ഇന്ത്യക്ക് നാളെ ഒരു ത്രെട്ട് ആകുമോ എന്ന് നമ്മൾ സംശയിക്കുന്നൊരു രാജ്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ വെച്ച് ചിലപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്തായിരിക്കാം. ഒരു 25 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെങ്കിലോ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ആവില്ല എന്ന്? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഭൂമിയിൽ അങ്ങനെ എക്കാലവും നിലനിന്ന സൗഹൃദങ്ങളൊന്നുമില്ല. ആകെ പറയാൻ ഒരു ഇന്ത്യയും റഷ്യയും മാത്രമേ ഉള്ളൂ. ഇത്രയും ദീർഘകാലം നിന്നിട്ടുള്ള ഒരു സൗഹൃദം. പിന്നെ ഇന്ത്യ ഇസ്രായേൽ ബന്ധവും പറയാം ഒരു പരിധി വരെ. പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സോവിയറ്റ് കാലം തൊട്ടുള്ള ബന്ധമാണ് ഇത്രയും കാലം പരസ്പരം യാതൊരു ഭിന്നതയുമില്ലാതെ നിലനിന്നിട്ടുള്ളത്. അതൊരിക്കൽ ജയശങ്കർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ബന്ധങ്ങൾ ലോകത്ത് വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഭാവിയിൽ ഇന്ത്യയും അമേരിക്കയും ഒറ്റക്കെട്ടായിരിക്കും എന്നുമെന്ന്? ഒരിക്കലും പറ്റില്ല. അന്ന് ഇന്ത്യ അമേരിക്ക ബന്ധം മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഈ ഐലൻഡ്, സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡ് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് അമേരിക്ക ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആകെ പ്രതിസന്ധിയിലാവും. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് എന്നല്ല, ഒരു രാജ്യത്തിനും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് സൂപ്പർ പവർ മോഹങ്ങളുള്ള രാജ്യങ്ങൾക്ക്, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേവി ബേസ് അല്ലെങ്കിൽ എയർ ബേസ് പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ ചുറ്റിനും ആര് കൊടുക്കാൻ പോയാലും അതിനെ ഇന്ത്യ തടയുന്നതാണ് നല്ലത്. അത് ശ്രീലങ്കയിലായാലും ബംഗ്ലാദേശിലായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയുടെ നിലപാട് അവരുടെ രാജ്യത്തിന് മാത്രമല്ല ഇന്ത്യക്കും ഒരു പരിധി വരെ ഗുണമാണ്. ഇന്നിപ്പോൾ അമേരിക്ക അവിടെ വന്നാൽ ചൈനയ്ക്ക് വലിയ അടിയാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും നമ്മുടെ ആധിപത്യത്തിൻ്റെ മുകളിലാണ് അമേരിക്ക വരാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് ഒരു ആധിപത്യമുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിലും അതുണ്ട്. അതിന് മുകളിൽ കടക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയും സൗഹൃദത്തിൻ്റെ കാര്യം, ഇപ്പോൾ ചൈന ശത്രുവായിട്ട് നിന്നുകൊണ്ടാണ് ശ്രമിക്കുന്നത്. അമേരിക്ക ചിരിച്ച് കൈയൊക്കെ തന്ന് സുഖല്ലേ മോനെ എന്നൊക്കെ ചോദിച്ച് തോളൊരു തട്ടൊക്കെ തട്ടി നിന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത്. എന്തായാലും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സത്യമാണ് എന്ന് തന്നെ തെളിയിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.